ഫാരഡേസ് ഫസ്റ്റ് ലോ ഈ ഇലക്ട്രോലിസിസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയും ഫാരഡേസ് സെക്കൻഡ് ലോയും നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് എഴുതാം. The amount of chemical reaction occurs at any electrode during electrolysis by a current is proportional to quantity of electricity passed through the electrolyte. The amount of chemical reaction occurs at any electrode during electrolysis by a current is proportional to quantity of electricity passed through the electrolyte. അതായത് that is M directly proportional to Q. M എന്താണ്? M എന്ന് പറയുന്നത് amount of substance deposited at any electrode. Q എന്ന് പറയുന്നത് quantity of electricity. ഈ ക്വാണ്ടിറ്റി Q എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, Q എന്ന് പറയുമ്പോൾ ചാർജ് ആണ്. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം I = Q/T ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Q = I × T എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എഴുതുന്നത് ഫാരഡേസ് ഫസ്റ്റ് ലോ ആയിരുന്നു. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? ദി amount of chemical reaction occurs at any electrode during electrolysis by a current is proportional to quantity of electricity passed through the electrolyte. അതായത് M directly proportional to എന്താണ്? M directly proportional to Q എന്നാണ് പറയുന്നത്. M എന്ന് പറയുമ്പോൾ amount of substance deposited at any electrode. Q is the quantity of electricity. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Q = I × T എന്നും കൂടെ എഴുതിയിട്ടു. ഈ Q എന്ന് ഉദ്ദേശിക്കുന്നത് ചാർജ് എന്നുള്ളതല്ല, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Q എന്ന് നമ്മൾ എടുക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഇനി ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് എഴുതിക്കോളൂ. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൺസിഡർ എ റിഡക്ഷൻ റിയാക്ഷൻ. റിഡക്ഷൻ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. Ag plus 1 electrons gives Ag. അതായത് Ag ഒരു ഇലക്ട്രോൺ നമുക്കറിയാം. നമ്മളിപ്പം സിമ്പിളായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് നമ്മൾ CuSO4 എടുക്കുന്നു. അതിനകത്ത് 2 ഇലക്ട്രോഡ് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോഡ് ഞാൻ മിക്സ് ചെയ്ത് മുക്കി വെച്ചിരിക്കുകയാണ്. ഈ 2 ഇലക്ട്രോഡും ആക്റ്റീവ് ഇലക്ട്രോഡാണ്. ഇത് കോപ്പറാണ്, ഇതും കോപ്പറാണ്. ഇത് പക്ഷേ ഇംപ്യൂർ ആണ്, ഇത് പ്യുവർ ആണ്. ഇതിനെ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും ഇതിനെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ടും ഞാൻ കീയുടെ സഹായത്തോടുകൂടി കണക്ട് ചെയ്യുന്നു. സോ
സ്വിച്ച് ഇടുമ്പോൾ അല്ലെങ്കിൽ കീ കൊടുക്കുന്ന സമയത്ത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള CuSO4 എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് ഒരു CuSO4 മോളിക്കൂൾ അല്ല ഉള്ളത്, ലക്ഷക്കണക്കിന് CuSO4 മോളിക്കൂൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ ലക്ഷക്കണക്കിന് CuSO4ൽ ഒരു 80% എന്തായിട്ട് മാറും? Cu2 പ്ലസും SO4 2 മൈനസും ആയിട്ട് മാറും. അപ്പം ഇനിയിപ്പോൾ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനകത്ത് വളരെ കുറച്ച് CuSO4 മോളിക്കൂളെ കാണത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ CuSO4 മോളിക്കൂളും Cu2 പ്ലസും SO4 2 മൈനസും ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് Cu2 പ്ലസ് എന്ത് ചെയ്യുന്നറിയോ? ഈ കാഥോഡ്, അതായത് ഇമ്പ്യൂർ കോപ്പർ കാഥോഡായിട്ട് എടുത്തിരിക്കുന്നത്, കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ Cu2 പ്ലസ് തന്നെ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും, SO4 2 മൈനസ് ഇങ്ങോട്ടേക്കും പോകും. ഇതാണ് ഇലക്ട്രോലിസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ SO4 2 മൈനസ് പോകുന്നത് അവിടെ നിൽക്കട്ടെ, Cu2 പ്ലസ് ഇവിടോട്ട് പോയിട്ട് Cu2 പ്ലസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചാർജ് ആയിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചാർജിനെ കളയണം. ചാർജിനെ കളയണമെങ്കിൽ Cu2 പ്ലസിന്റെ ചാർജ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺസിനെ വാങ്ങണം. വാങ്ങി Cu ആയിട്ടായിരിക്കും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഞാൻ കറണ്ട് കടത്തി വിട്ടു. അപ്പം ഫസ്റ്റ് ലോ പറയുന്നത് അവിടെ കെമിക്കൽ റിയാക്ഷൻ എത്ര നടക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ കടത്തി വിട്ട കറണ്ടാണ്. കൂടുതൽ കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ കൂടുതൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് കൂടുതൽ ഡെപ്പോസിഷൻ നടക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ എത്ര കറണ്ട് കടത്തി വിട്ടാലാണ് അത് നടക്കുന്നുണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ Ag പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഇപ്പം Ag പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സിൽവർ നൈട്രേറ്റ്. അപ്പം ഈ നമ്മൾ ഇമ്പ്യൂർ കോപ്പറും പ്യൂർ കോപ്പറും എടുക്കുന്നതിന് പകരം ഇമ്പ്യൂർ സിൽവറും പ്യൂർ സിൽവറും എടുത്തിട്ട് എന്താണ് സോൾട്ട് സൊല്യൂഷനെ നമ്മൾ AgNO3 ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് Ag പ്ലസിനാണ് അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത്. Ag പ്ലസ് ഡിസ്ചാർജ് ചെയ്യണം. എത്ര ഇലക്ട്രോണെ മേടിച്ചിട്ടാണ്? ഒരു ഇലക്ട്രോൺ മേടിച്ചിട്ട് Ag ആയിട്ട് പോയിട്ട് പ്യുവർ Agയിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഡെപ്പോസിഷൻ നടക്കണം. അപ്പം ഞാൻ കടത്തി വിടുന്ന കറണ്ടിനനുസരിച്ചാണ് അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര കറണ്ട് കടത്തി വിടുമ്പോഴാണ് അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് പറഞ്ഞത് Ag പ്ലസ് ഒരു Ag പ്ലസ് മോളിക്കൂൾ അല്ല ഉള്ളത്, അല്ലെങ്കിൽ ഒരു Ag പ്ലസ് കാറ്റൂൺ അല്ല അവിടെ ഉള്ളത്, ലക്ഷക്കണക്കിന് Ag പ്ലസ് കാറ്റൂൺ അവിടെ ഉണ്ട്. ഈ ലക്ഷക്കണക്കിന് Ag പ്ലസ് കാറ്റൂൺ നമ്മൾ ലക്ഷക്കണക്ക് എന്ന് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ മോൾസിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു Ag പ്ലസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഒരു മോൾ Ag പ്ലസ് എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ താഴോട്ട് എഴുതിയേക്കണം, 1 മോൾ Ag പ്ലസ്. 1 മോൾ Ag പ്ലസ് 1 മോൾ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 1 മോൾ Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ഇത് ആ റിയാക്ഷൻ്റെ താഴോട്ട് എഴുതിയേക്കണം. അപ്പം 1 മോൾ Ag എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം, Agയുടെ ഇപ്പോൾ ഒരാളോട് ചോദിക്കാറുണ്ട്, അഭിരാമിനോട് ചോദിക്കാം, അഭിരാം Agയുടെ ആറ്റോമിക് മാസ് എത്രയാ? അഭിരാം Agയുടെ ആറ്റോമിക് മാസ് എത്രയാ? ശ്വേത പറയാമോ? ശ്വേത, അനീറ്റ പറയാമോ? അറിയത്തില്ല. അതായത് 108 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ചില കേസിൽ നമ്മൾ 108 U എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ 108 ഗ്രാം 108 U തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ Agയുടെ ഒരു സിംഗിൾ ആറ്റത്തിന്റെ മാസാണ് ഈ 108 U പറയുന്നത്. എന്നാൽ 6.022 × 10⁻23 ആറ്റങ്ങളുടെ മാസാണ് ഗ്രാമിൽ പറയുന്നത്, അതായത് 1 മോൾ ആറ്റത്തിന്റെ മാസ്. അപ്പം നമ്മൾ ഇവിടെ എല്ലാത്തിൻ്റെയും കണക്കെടുക്കുന്നത് മോൾസിലാണ്, 1 മോളിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മോൾ Ag പ്ലസ് 1 മോൾ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ 1 മോൾ Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം 1 മോൾ ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എത്രയാണെന്ന് അറിയാമോ? 1 ഫാരഡി ആയിരിക്കും. 1 ഫാരഡി ആയിരിക്കും. 1 ഫാരഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 96500 കൂളമ്പാണ്. അപ്പം 1 മോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ Ag പ്ലസ് നമുക്കറിയാം, ഒരു Ag പ്ലസ് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താലേ Ag ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുള്ളൂ. ഒരു ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഒരു ഇലക്ട്രോൺ ഉദ്ദേശിക്കുന്നത് 1 മോൾ ഇലക്ട്രോൺ ആണ്, 1 മോൾ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് 1 ഫാരഡി ആണ്. 1 ഫാരഡി എന്ന് പറയുമ്പോൾ 96500 കൂളമ്പാണ്. അതായത് Ag പ്ലസിനകത്തൂടെ, അതായത് AgNO3 സൊല്യൂഷനകത്തൂടെ 1 മോൾ കറണ്ട് ഞാൻ 1 ഫാരഡെ കറണ്ട് ഞാൻ കടത്തി വിട്ടു കഴിഞ്ഞാൽ അവിടെ 1 മോൾ Agയുടെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ദാറ്റ് കറസ്പോണ്ട്സ് ടു 108 ഗ്രാം Ag ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. ക്ലിയർ ആണോ?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു. ഇതെല്ലാം ഇത് താഴെ എഴുതേണ്ടതാണ്. കൺസിഡർ റിഡക്ഷൻ റിയാക്ഷൻ താഴെ എഴുതേണ്ടതാണ് ഇതെല്ലാം. അതേപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ എടുക്കാം. Cu2+. Cu2+ Cu ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യണം. എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. Cu എന്ന് പറയുന്നത് 1 മോൾ Cu ആണ്. 1 മോൾ Cu എന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 മോൾ Cuന് 2 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. 2 ഇലക്ട്രോൺസ് മീൻസ് എന്താണ്? 2 × 1.2 മോൾസ് ഇലക്ട്രോൺസ്. അപ്പം 2 ഇലക്ട്രോൺസ് എന്നങ്ങ് എടുത്തു. മോളിന്റെ കണക്ക് വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 ഇലക്ട്രോൺസ്, 2 മോൾ ഇലക്ട്രോൺസ് ആണ്. 2 ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആവുന്ന കറണ്ട് എന്താ? 2 മോൾസിന് കറസ്പോണ്ടിങ് ആവുന്ന കറണ്ട് എന്ന് പറയുന്നത് 2 ഫാരഡേ ആയിരിക്കും. അപ്പം ശരിക്കും Cu2+ അയോൺസിനകത്തൂടെ 2 ഫാരഡേ കറണ്ട് കടത്തി വിട്ടാലേ 1 മോൾ Cuന്റെ ഡെപ്പോസിഷൻ അവിടെ നടക്കത്തുള്ളൂ. 1 മോൾ Cuന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് 63.5 gram Cu get deposited when എപ്പോഴാണ്? 2 ഫാരഡേ കറണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തൂടെ കടത്തി വിടുമ്പോൾ. അതേപോലെ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ എടുക്കാം. Al3+ 3 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്താലേ എന്താകത്തുള്ളൂ? Al ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം 3 ഇലക്ട്രോൺസിന്റെ കറസ്പോണ്ടിങ്, അതായത് 1 മോൾ Al3+ന്റെ ഡെപ്പോസിഷൻ നടക്കാൻ വേണ്ടി 3 മോൾസ് ആണ് വേണ്ടത്. അപ്പം 3 മോൾ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ 3 മോൾ ഇലക്ട്രോൺസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് കടത്തി വിടേണ്ടത് 3 ഫാരഡേ ആണ്. അപ്പം 1 മോൾ Ag+നകത്തൂടെ 3 മോൾ ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ഫാരഡേ കറണ്ട് കടത്തി വിട്ടാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെ 1 മോൾ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. 1 മോൾ അലൂമിനിയം ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. 1 മോൾ അലൂമിനിയം get deposited. 1 മോൾ അലൂമിനിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് 27 gram എന്താണ്? get deposited. അടുത്തത് ഫാരഡീസ് സെക്കൻഡ് ലോ ആണ്. ഫാരഡീസ് സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഇപ്പം അവിടെ 3 ഫാരഡേ കറണ്ടിന് ആവശ്യമുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ 1 ഫാരഡേ കറണ്ടേ കൊടുത്തുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള ഡെപ്പോസിഷനെ അവിടെ നടക്കത്തുള്ളൂ എന്നാണ് ഫാരഡേ സെക്കൻഡ് ലോ പറയുന്നത്. അതായത് നമ്മൾ അവിടെ ആവശ്യകത എത്രയാണോ നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് ഇത്ര കറണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള ഡെപ്പോസിഷനെ നടക്കത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഈ ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. എമൗണ്ട് ഓഫ് various substance liberated by the same quantity of electricity passed through the electrolytic solution is proportional to chemical equivalent weight. ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാനൊരു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ. എക്സാമ്പിൾ എഴുതാം. ഞാൻ പറഞ്ഞു Ag+ന് 1 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ് എത്രയാ Ag ആവുന്നത്. അതായത് 1 മോൾ Ag+ന് 1 ഫാരഡേ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ 108 gram Ag ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. Cu2+ന് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താലാണ് Cu ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതായത് 1 മോൾ Cu2+ന് 2 ഫാരഡേ കറണ്ട് കൊടുത്താലേ 63.5 gram Cu എന്ത് ചെയ്യത്തുള്ളൂ?
ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഞാനിപ്പം 1 ഫാരഡേ കറണ്ട് കൊടുത്തോളാം എന്ന് വിചാരിച്ചു. അപ്പം എത്ര ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ? 63.5/2 ഗ്രാംസ് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അതായത് 31.25 ഗ്രാം CU എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. കണ്ടോ, നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ? ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. 2 ഫാരഡേ വേണ്ടടുത്ത് 2 ഫാരഡേ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പർ 63 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. എന്നാൽ 2 ഫാരഡേ വേണ്ടടുത്ത് 1 ഫാരഡേ കൊടുത്തുള്ളെങ്കിൽ അതിൻ്റെ പകുതി, അതായത് 31.25 ഗ്രാം മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ലോ പറയുന്നത്. നമുക്ക് അലൂമിനിയത്തിൻ്റെ അതേപോലെ നോക്കാം. Al3+ന് 3 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? Al ആയിട്ട് മാറും. അതായത് 1 മോൾ Al3+ന് 3 ഫാരഡേ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? 27 ഗ്രാം അലൂമിനിയം എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റഡ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ 2 ഫാരഡേ കൊടുത്തുള്ളൂ. അപ്പോൾ എത്ര ഗ്രാമേ ഡെപ്പോസിറ്റ് ചെയ്തുള്ളൂ? ഇതിൻ്റെ പകുതി 13.5 ഗ്രാം Al ആണ് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ 1 ഫാരഡേ കൊടുത്തുള്ളൂ എങ്കിൽ 9 ഗ്രാം Al ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് എന്താണ്? 27/3, മറ്റേത് 27/2. അങ്ങനെ ഡെപ്പോസിറ്റഡ്. അപ്പം ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എത്ര ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? ഇക്വാലന്റ് മാസ് deposited is equal to atomic mass divided by quantity of electricity passed. Quantity of electricity passed. ശരിയല്ലേ? നമ്മൾ ഇപ്പോൾ 27 നമുക്ക് 9 ഗ്രാമേ കടത്തി വിട്ടുള്ളെങ്കിൽ, എന്താണ് 1 ഫാരഡേ കടത്തി വിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആറ്റോമിക് മാസ് അലൂമിനിയത്തിൻ്റെത് 27 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി 3 ഫാരഡേ പാസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര? 3 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 27 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. 2 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 13.5 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. 1 ഫാരഡേ പാസ് ചെയ്യുമ്പോൾ 27/3 എന്ന് പറയുന്നത് 9 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl. അതാണ് അടുത്ത ഹെഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl. ഹെഡിങ് എഴുതാം. ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl. ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl. ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ മോൾട്ടൺ NaCl ഒരു ഇലക്ട്രോലൈറ്റിക് ചേമ്പറിൽ എടുത്തിട്ട് അതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യമാണ് ഇലക്ട്രോലിസിസ് ഓഫ് മോൾട്ടൺ NaClനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഇലക്ട്രോലൈറ്റിക് ചേമ്പർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ പടം വരയ്ക്കാൻ പോവാണ്. ഒരു ഇലക്ട്രോലൈറ്റിക് ചേമ്പർ ഞാൻ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ഇലക്ട്രോലൈറ്റിക് ചേമ്പർ ഞാൻ വരയ്ക്കാൻ പോവാണ്. എന്നിട്ട് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുക? ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കാൻ പോവാണ്. ഇലക്ട്രോലൈറ്റ് ആണ് നമ്മുടെ മോൾട്ടൺ NaCl. അതായത് ഞാൻ മോൾട്ടൺ എഴുതുന്നില്ല കേട്ടോ, ഓൾറെഡി മോൾട്ടൺ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ NaCl മാത്രമേ എഴുതുന്നുള്ളൂ. NaCl. ഇതിനകത്ത് ഇലക്ട്രോലിസിസ് നടക്കണമെങ്കിൽ ഇതിനകത്തുള്ള കറണ്ട് കടത്തി വിടണമല്ലോ. കറണ്ട് കടത്തി വിടണമെങ്കിൽ 2 ഇലക്ട്രോഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കറണ്ട് കടത്തി വിടുന്നത്. ഈ 2 ഇലക്ട്രോഡും ഇനർട്ട് ഇലക്ട്രോഡാണ്. നേരത്തെ ഇമ്പ്യൂർ കോപ്പർ, പ്യൂർ കോപ്പർ പോലെ അത് ആക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡല്ല, ഇനർട്ട് ആയിട്ടുള്ള, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കാത്ത 2 ഇലക്ട്രോഡ്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് ഒരിക്കലും റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല, ബട്ട് ദേ വിൽ പ്രൊവൈഡ് ദ സർഫസ് ഫോർ റിയാക്ഷൻ. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇനർട്ട് ഇലക്ട്രോഡിനെ പറ്റി. അപ്പം ഇത് എടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരറ്റം ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊടുക്കുന്നു. മറ്റേ അറ്റം കീയുടെ സഹായത്തോടു കൂടി ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് ബാറ്ററി നെഗറ്റീവിലോട്ട് കൊടുക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്ത ഈ ഇലക്ട്രോഡ് പോസിറ്റീവും ഇത് നെഗറ്റീവും. പോസിറ്റീവിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നു. ഞാൻ അതൊന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഇത് ആനോഡ് എന്ന് വിളിക്കുന്നു.
ഇത് കാഥോഡ് എന്ന് വിളിക്കുന്നു. ആനോഡിന് പോസിറ്റീവ് ചാർജ്, കാഥോഡിന് നെഗറ്റീവ് ചാർജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ NaCl-നകത്തൂടെ, അതായത് ഇതുവഴി ഇങ്ങനെ കറണ്ട് വന്ന് ഇതുവഴി കയറി ഈ മോൾട്ടൺ NaCl-നകത്തൂടെ കയറി ഇതുവഴി വന്നിട്ട് എന്ത് ചെയ്യും? സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ആ പോകുന്ന വഴിക്ക് അത് എന്ത് ചെയ്യുന്ന അറിയാമോ? NaCl-നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് Na+ഉം Cl- ആക്കും. എന്നിട്ട് ഇത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ ഒരു NaCl മോളിക്യൂൾ അല്ല, ലക്ഷക്കണക്കിന് NaCl മോളിക്യൂൾ കാണും, അല്ലെങ്കിൽ കോടിക്കണക്കിന് NaCl മോളിക്യൂൾ കാണും. ഈ കോടിക്കണക്കിന് NaCl മോളിക്യൂളും Na+ഉം Cl- ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 90% എന്ത് ചെയ്യും? അത് ഏകദേശം ഒരു 98% എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി Na+ഉം Cl- ആയിട്ട് മാറും. ഓക്കെ, ബാക്കി NaCl കുറച്ചൊക്കെ അതിനകത്ത് കിടക്കും എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് മാറും? Na+ഉം Cl- ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ Na+ എന്ത് ചെയ്യുന്ന അറിയാമോ? Na+ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഈ കാഥോഡിലോട്ടും Cl- പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനോഡിലോട്ടും പോയി പറ്റിപ്പിടിക്കും. ഒരിക്കലും ആ ഒരു ചാർജ് ആയിട്ട് അവർക്ക് പറ്റിപ്പിടിക്കാൻ പറ്റത്തില്ല. ആ ചാർജിനെ ഡിസ്ചാർജ് ചെയ്തിട്ടായിരിക്കും പറ്റിപ്പിടിക്കുന്നത്. ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന പരിപാടിയല്ല. ഡിസ്ചാർജ് മീൻസ് ചാർജിനെ കളഞ്ഞ് ആറ്റമായിട്ട് പോയി പറ്റിപ്പിടിക്കുക. അപ്പം ചില നെഗറ്റീവ് ചാർജ് ആറ്റമായിട്ട് മാറണമെങ്കിൽ ഇലക്ട്രോണിനെ കളയണം. പോസിറ്റീവ് ചാർജ് ആറ്റമായിട്ട് മാറണമെങ്കിൽ ഇലക്ട്രോണിനെ വാങ്ങണം. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പടം വരച്ചിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. when electricity is passed through molten NaCl, it split into Na plus ion and Cl minus ion, such that Na plus ion move towards negatively charged cathode and Cl minus move towards positively charged anode. ഇനി നമുക്ക് എല്ലാത്തിനും റിയാക്ഷൻ അറ്റ് ആനോഡ് കാഥോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ ആദ്യം ഞാൻ റിയാക്ഷൻ അറ്റ് കാഥോഡ് എഴുതാൻ പോവാം. കാഥോഡിൽ എന്താ നടക്കുന്നത്? കാഥോഡിൽ സോഡിയം അയോൺ ആണ് കാഥോഡിലോട്ട് പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സോഡിയം അയോൺ എന്ത് ചെയ്യുന്നത്? Na+, ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Na ആയിട്ട് ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. Na ആയിട്ട് ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ഇതിന്റെ സർഫസിൽ ഡെപ്പോസിഷൻ നടക്കും. ഓക്കെ ആണല്ലോ. അറ്റ് ദ സെയിം ടൈം കാഥോഡിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത് എഴുതല്ലേ, ഈ റിയാക്ഷൻ എഴുതല്ലേ, ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു. സോറി, ആനോഡിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇത് അതും കൂടെ പറഞ്ഞിട്ട് എഴുതാവേ. റിയാക്ഷൻ അറ്റ് ആനോഡ്. ആനോഡിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ക്ലോറിൻ ആയിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Cl- ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? Cl ആയിട്ട് അങ്ങോട്ടേക്ക് പോകും. Cl ഒരിക്കലും Cl ആയിട്ടിരിക്കത്തില്ല. Cl ഒരു ഡയാറ്റോമിക്കാണ്. അപ്പോൾ Cl2 ആവണമെങ്കിൽ ഒരിക്കലും Cl ഒരു ഇലക്ട്രോൺ വിഡ്രോ ചെയ്താൽ Cl ആവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് Cl- അയൺസ് ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? രണ്ട് ക്ലോറിൻ അയോൺസ് 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Cl2 ആയിട്ടായിരിക്കും ഇവിടോട്ട് പോയിട്ട് പറ്റിപ്പിടിക്കുക. Cl2 എന്ന് പറയുമ്പോൾ യെല്ലോയിഷ് ഗ്രീൻ ബബിൾസ്, ഗ്യാസ് അല്ലേ? അപ്പോൾ യെല്ലോയിഷ് ഗ്രീൻ ബബിൾസ് ഇതിന്റെ സർഫസിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടുന്ന് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോൺസ് അല്ലേ സോഡിയം മേടിക്കുന്നതെന്ന്? ആണ്. അപ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഇലക്ട്രോൺസ് വാങ്ങണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ നിങ്ങൾ ഒന്നെങ്കിൽ ഇതിന്റെ ഒന്ന് തിരുത്തിയിട്ട് റഫായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ബ്രാക്കറ്റിൽ ഇട്ട് എഴുതിയാൽ മതി. എന്താ? Na+, 2Na+, 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് 2Na ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. 2 ആറ്റം ഒരുമിച്ച് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ എഴുതാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കാം. ഇവിടെ ഒരിക്കലും ഈ -2 ഇലക്ട്രോൺസ് ഇട്ട് എഴുതാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 2Cl- ഗീവ്സ് എന്താണ്? Cl2 + 2 ഇലക്ട്രോൺസ് എന്ന് എഴുതാം.
ചില സ്കൂളുകളിൽ ഇങ്ങനെയും തരും, അതും കൂടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കുക. അതായത് ആനോഡ് റിയാക്ഷൻ ചില സ്കൂളിൽ ഇങ്ങനെയായിരിക്കും തരുന്നത്. എന്ത് ചെയ്യുന്നറിയാമോ, Cl മൈനസ് ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്തിട്ട് Cl ആവും. അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. Cl മൈനസ് ഗീവ്സ് Cl പ്ലസ് എത്രയാ, 1 ഇലക്ട്രോൺ. അപ്പം ഒരിക്കലും Cl എഴുതാൻ പറ്റില്ല, Cl2 എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അവർ ട്രിക്ക് ഉപയോഗിക്കും, ഹാഫ് Cl2 എന്ന് കൊടുത്തിട്ട് പ്ലസ് 1 ഇലക്ട്രോൺ എഴുതും. ഹാഫ് Cl2 എന്ന് പറഞ്ഞാൽ എന്താ, Cl പകുതി, Cl2ന്റെ പകുതി, Cl കണ്ടോ. അപ്പം ഇങ്ങനെയായിരിക്കും അവിടുത്തെ ആനോഡ് റിയാക്ഷൻ. ചിലർ എന്ത് ചെയ്യുന്നത്, ചില സ്കൂളിൽ എഴുതുന്നത് ഇങ്ങനെ വേണേലും പഠിക്കാം. അല്ല, ചില ടെക്സ്റ്റിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എഴുതുന്നത്. ലോജിക് ഇതാണ്. എന്താണ്, ഒരിക്കലും Cl ഒരൊറ്റയ്ക്ക് പോയിട്ട് അവിടെ പറ്റി പിടിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് പോയാൽ Cl ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ Cl ഒരിക്കലും Cl ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തില്ല, Cl2 ആയിട്ട് ഡെപ്പോസിഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ 2 അയോൺസ് ഒരുമിച്ചായിരിക്കും പോകുന്നത്. അതാണ് ലോജിക്ക്. അങ്ങനെ 2 അയോൺസ് പോകുമ്പോൾ മോളും എന്ത് ചെയ്യും, രണ്ട് അയോൺസ് ഒരുമിച്ച് പോകുമ്പോൾ 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ ലൂസ് ചെയ്ത് 2 ഇലക്ട്രോണെ ആര് മേടിക്കണം, നമ്മുടെ Na പ്ലസ് മേടിക്കണം. അപ്പോൾ Nയുടെ അവിടെ കൂടെ എഴുതണം. ഇനി അങ്ങനെ എഴുതിയില്ലേലും കുഴപ്പമില്ല. Na പ്ലസ് 1 ഇലക്ട്രോണും ഇവിടെ 2Cl മൈനസ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ എഴുതണമെന്ന് ഈ പച്ച കളറിൽ എഴുതിയിരിക്കുന്ന സാധനം താഴെ 2 ആക്കുമ്പോൾ മുകളിൽ അങ്ങനെ 2 ആക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതാകുമ്പോൾ കുറച്ച് ടെക്നിക്കലി അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. 1 ഇലക്ട്രോൺ വെച്ച് എഴുതിയാലും മതി, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ചിലർ എഴുതുമ്പോൾ ഇതും അതേപോലെ തന്നെ ഇതുമായിട്ട് എഴുതും. ഇതുമായിട്ട് ഏതായാലും കുഴപ്പമില്ല, ഞാൻ എല്ലാം അങ്ങ് എഴുതുന്നേ ഉള്ളൂ. ഇനിയും പലരുടെ സ്കൂളിലും പല ടീച്ചർമാരെ ഞാൻ പറഞ്ഞില്ല. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു 7 to 8 സ്കൂളിലെ പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് 7 ടീച്ചർമാരായിരിക്കും. ഇപ്പോൾ 7 ടീച്ചർമാർ പ്ലസ് ഞാൻ പറയുമ്പോൾ 8 ടീച്ചർമാരായി. അപ്പം 8 ടീച്ചർമാർ 8 രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷേ കൺസെപ്റ്റ് എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത്, ലോജിക്കലായിട്ട് തോന്നുന്നു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ NaCl കഴിഞ്ഞു. ഇനി ഇത് എളുപ്പമാണ്, ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl ആണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അവിടെ വേറെ കുറച്ച് കൺസെപ്റ്റൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അടുത്ത ഹെഡിങ് എഴുതാം, ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl. ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl. അക്വസ് എന്നോ അല്ലെങ്കിൽ NaCl സൊല്യൂഷൻ എന്നോ എഴുതാം കേട്ടോ. അക്വസ് NaCl, ചിലതിനകത്ത് NaCl സൊല്യൂഷൻ ആയിരിക്കും. അക്വസ് NaCl എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അക്വസ് NaCl എന്ന് പറയുമ്പം NaClനെ ഞാൻ വാട്ടറിൽ മിക്സ് ചെയ്തതാണ് അർത്ഥം, അല്ലെങ്കിൽ NaClനകത്ത് വാട്ടർ മിക്സ് ചെയ്തതാണ് അർത്ഥം. അതിനെയാണ് ഞാൻ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോലൈറ്റിക് ചേമ്പറിൻ്റെ സഹായം തേടുന്നു. എന്നിട്ട് ഞാൻ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് NaCl സൊല്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. NaCl സൊല്യൂഷൻ ഞാൻ എടുക്കുന്നു. NaCl സൊല്യൂഷൻ എടുത്തു. NaCl സൊല്യൂഷൻ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ അതിനകത്തൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് NaCl പ്ലസ് H2O ആണ്. ഇനി ഇതിനു വേണ്ടി 2 ഇലക്ട്രോഡ്സ് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ 2 ഇലക്ട്രോഡ്സ് ഞാൻ ഇതിനകത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കാൻ പോവാണ്. 2 ഇലക്ട്രോഡ്സ് ഞാൻ ഇമേഴ്സ് ചെയ്ത് വെച്ചു. ഇമേഴ്സ് ചെയ്ത് വെച്ച സമയത്ത് ഞാൻ അതിൽ എക്സ്റ്റേണലി അതിനെ കണക്ട് ചെയ്യാൻ, അതായത് കറണ്ട് അതിനകത്തൂടെ കടത്തി വിടണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് ഒരെണ്ണം കണക്ട് ചെയ്യുന്നു, കീയുടെ സഹായത്തോടുകൂടി മറ്റേത് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നു. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നേരത്തെ Na പ്ലസും Cl മൈനസ് അയോൺസ് മാത്രമേ ഉണ്ടായുള്ളായിരുന്നു കറണ്ട് കടത്തി വിടണം. എന്നാൽ ഇവിടെ വാട്ടർ ഉള്ളതുകൊണ്ട് വാട്ടറിൻ്റെ അയോണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. നിങ്ങൾ വീണ്ടും ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഈ NaClഉം H2Oവും ഒറ്റ മോളിക്കൂളല്ല, ലക്ഷക്കണക്കിന് മോളിക്കൂളുണ്ട്. എന്നാൽ ഈ ലക്ഷക്കണക്കിന് മോളിക്കൂളും എന്താണോ നിർബന്ധമില്ല, Na പ്ലസും Cl മൈനസും ആണോ നിർബന്ധമില്ല. 90% Na പ്ലസും Cl മൈനസും അതുപോലെ വാട്ടറിൻ്റെ ആണ് H പ്ലസും OH മൈനസും ആയിട്ട് മാറും. ബാക്കി 10% എന്തായിട്ടേ കിടക്കത്തുള്ളൂ, NaCl മോളിക്കൂളായിട്ടും H2O മോളിക്കൂളായിട്ടും തന്നെ അതിനകത്ത് കിടക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഒന്ന് എഴുതി നോക്കാം. ഇവിടെ അയോൺസ് ഏതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് നോക്കാം. അയോൺസ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ ഇവിടെ Na പ്ലസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ Cl മൈനസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ H പ്ലസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, OH മൈനസ് അയോൺസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് വേണ്ട ജസ്റ്റ് വേണമെങ്കിൽ ഇവിടോട്ടൊന്ന് എഴുതിയേക്കണം. Na പ്ലസ് ഉണ്ട് ഇതിനകത്ത്, Cl മൈനസ് ഉണ്ട്, H പ്ലസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്. അത് അതിനകത്ത് എഴുതിയേക്കണം. ബാക്കി H2ഉം NaClഉം റിയാക്ട് ചെയ്യാതെ കുറേ ആൾക്കാർ അതിനകത്ത് കിടപ്പുണ്ട്.
അതുകൂടെ കിടക്കട്ടെ. ഇനി നമുക്കറിയാം നേരത്തെ Na+Cl- മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ Na+ നേരെ കാഥോഡിലോട്ടും Cl- നേരെ ആനോഡിലോട്ടും പോയി. പക്ഷേ ഇവിടെ ഈ 2 പോസിറ്റീവ് അയോണും ഈ 2 നെഗറ്റീവ് അയോണും ഉണ്ട്. അപ്പോൾ ഇവരിൽ ആരൊക്കെയാണ് കാഥോഡിലോട്ടും ആരൊക്കെയാണ് ആനോഡിലോട്ടും പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരാളെ പോവുള്ളൂ. അപ്പം ഇവർ തമ്മിലൊരു മത്സരമുണ്ട്. ഇവർ തമ്മിൽ ആരാണ്, ഇപ്പോൾ Na+ഉം H+ ഉണ്ട്, ഇവരിൽ ആരാണ് കാഥോഡിലേക്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? Cl- OH- ഉണ്ട്, ഇവരിൽ ആരാണ് ആനോഡിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്? അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പഠിക്കാത്തൊരു തിയറി ഇതിനകത്ത് ഞാൻ പറയാൻ പോവാണ്, അല്ലെങ്കിൽ പഠിക്കാനില്ലാത്തൊരു തിയറി പറയാൻ പോവാണ്. പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. ആ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് അയോൺസിനെയും ഏറ്റവും നല്ലതായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവ് അയോൺസിനെയും പറ്റി പറയുന്ന ഒരു കൺസെപ്റ്റാണ് പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി. ആ പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറി അനുസരിച്ച് OH- ക്ലോറിനും വെച്ച് നോക്കുവാണെങ്കിൽ ഇവരിൽ രണ്ടിലും ആർക്കാണ് ഡിസ്ചാർജ് ചെയ്യാനുള്ള കഴിവ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിനായിരിക്കും. അപ്പോൾ ക്ലോറിനായിരിക്കും ശരിക്കും ആനോഡിൽ ഡെപ്പോസിറ്റ് ആകുന്നുണ്ടാകുക, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാകുക. ഇനിയും Na+ന്റെ H+ന്റെയും കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും Na+ഉം H+ഉം ചോദിച്ചു കഴിഞ്ഞാൽ H+ ആയിരിക്കും പോകുന്നത്, കുറച്ചുകൂടെ കഴിവ് കൂടുതൽ അവനാണ്. എന്നാൽ ഇവിടെ Na+ഉം H+ഉം അല്ല പോകുന്നത്, അതിനേക്കാളും കഴിവ് കൂടുതൽ ആർക്കാണെന്നറിയാമോ? ആ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന കുറച്ച് വാട്ടർ മോളിക്കൂൾ ഉണ്ടല്ലോ, ആ വാട്ടർ മോളിക്കൂളിനായിരിക്കും ഈ Na+നെ H+നെക്കാളും കൂടുതൽ കഴിവ് എവിടെ പോകാനാണ്? കാഥോഡിലേക്ക് പോകാനായിട്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയിടണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അയോൺസ് ഇൻവോൾവ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴോട്ട് നിങ്ങൾ എഴുതേണ്ടത് ഹിയർ 2 cations and 2 anions are there. While comparing Cl- and OH- ions, comma, Cl- ions has greater ability to lose electron, അതായത് ഡിസ്ചാർജ് ചെയ്യാൻ, lose electron and get discharged at anode than OH- by preferential discharge theory. Preferential discharge theory. ആ പ്രിഫറൻഷ്യൽ ഡിസ്ചാർജ് തിയറിക്ക് അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി റിയാക്ഷൻ അറ്റ് ആനോഡ് കാഥോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് റിയാക്ഷൻ അറ്റ്, ഇവിടോട്ട് എഴുതാൻ പോവാണ് റിയാക്ഷൻ അറ്റ് ആനോഡ്. നമുക്കറിയാം ആനോഡിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. അത് എപ്പോഴും ഓക്സിഡേഷൻ ആയിരിക്കും ആനോഡിൽ നടക്കുന്നത്, ഓക്സിഡേഷൻ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നോക്കിയേ, നമ്മൾ നേരത്തെ എഴുതുകയാണ്, അതായത് Cl- ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണല്ലോ. Cl- ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ Cl ആയിട്ട് മാറും. ഇങ്ങനെ എഴുതാൻ പറ്റില്ല, ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. Cl- gives എന്താ? Cl+1 ഇലക്ട്രോൺ. ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പാടില്ല, കാരണം ക്ലോറിൻ ഒരു ഡയറ്റോമിക് മോളിക്കൂൾ ആയതുകൊണ്ട് Cl- gives half Cl2+1 ഇലക്ട്രോൺ എഴുതിയാലേ അത് ശരിയാകും. ഓക്കെ ആണല്ലോ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി കാഥോഡിലാണ് നമ്മുടെ കൺസെപ്റ്റിന് വിപരീതമായിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നത്. റിയാക്ഷൻ അറ്റ് കാഥോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ റിഡക്ഷൻ ആണ് നടക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും H+ ആണോ Na+ ആണോ അങ്ങോട്ടേക്ക് പോകുന്നത് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ല, ഇവിടെ H2O ഇൻ വാട്ടർ ആണ്, അൺഡിസോസിയേറ്റഡ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ഇലക്ട്രോലൈറ്റ് ആണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് എന്ത് ചെയ്യും, H2O എന്ത് ചെയ്യുമെന്ന് അറിയാമോ? 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹാഫ് H2 ആയിട്ടും OH- ആയിട്ടും എന്ത് ചെയ്യും, മാറും. അപ്പം അതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ H2O ഇനകത്തൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ H+ ആയിട്ടും എന്താ
OH മൈനസുമായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, നമുക്ക് നേരത്തെ അറിയാം. അപ്പം ഇവിടെ ഒരു ഇലക്ട്രോൺ ഈ H2O മേടിക്കുന്ന എന്തിനാണെന്നറിയാമോ? വേണ്ട, ഇവിടെ ഉണ്ടാകുന്ന ഈ H+ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാനാ? സപ്ലൈ ചെയ്യാനായിട്ടാണ് മേടിക്കുന്നത്, ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ H+ എന്തായിട്ട് മാറും? H ആയിട്ട് മാറും അല്ലേ? പക്ഷേ H എന്ന് എഴുതാൻ പറ്റുമോ? ഹൈഡ്രജൻ ഡയാറ്റോമിക്. അപ്പം എന്താണെന്ന് എഴുതും? ½ H2 എന്ന് എഴുതും. പ്ലസ് എന്താണ്? OH മൈനസ്. അതാണ് വേണ്ട ഈ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് കൺസെപ്റ്റ് ആണ്, അതായത് ഈ എഴുതിയിരിക്കുന്ന റിയാക്ഷൻ്റെ കൺസെപ്റ്റ് ആണ് വേണ്ടത്. അതും കൂടെ അതിൻ്റെ താഴോട്ട് ജസ്റ്റ് ഒരു ബ്രാക്കറ്റിൽ എഴുതിയിട്ടേക്കണം. എഴുതിയോ? ഓക്കെ. ഇനി ഇതിൻ്റെ താഴോട്ട് ഇവിടെ നടന്ന കുറച്ച് കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പം നോക്കി, ഇപ്പം ഇതിനകത്ത് ആരൊക്കെയുണ്ട്? എന്തായാലും ഇവിടുത്തെ Cl2 ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, H2O ഹൈഡ്രജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ½ H2 ഹൈഡ്രജനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് ഈ Cl എന്ത് ചെയ്യുന്നറിയാമോ? Cl മൈനസ് Cl2 ആയിട്ട് ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. എവിടെ? ബബിൾസ് ആയിട്ട് ആനോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. ഈ വാട്ടർ എന്ത് ചെയ്യുന്നറിയാം? അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന വാട്ടർ ഹൈഡ്രജൻ ബബിൾസ് ആയിട്ട് ഇവിടെ ഇവോൾവ് ചെയ്യും. അതായത് ഇവിടെ ഹൈഡ്രജൻ ബബിൾസ് ആയിട്ട്. ഓക്കെ. ഇനി ഇതിനകത്ത് ആരൊക്കെ കിടപ്പുണ്ട്? H+ കിടപ്പുണ്ട്, OH മൈനസ് കിടപ്പുണ്ട്, റിയാക്ട് ചെയ്യാതെ Na+ കിടപ്പുണ്ട്. ഈ Na+ എന്ത് ചെയ്യുന്നറിയാമോ? OH മൈനസ് റിയാക്ട് ചെയ്ത് കിടക്കുന്ന Na+ഉം റിയാക്ട് ചെയ്ത് കിടക്കുന്ന OH മൈനസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഇനിയും അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന H+ഉം അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന OH മൈനസും ചേർന്നിട്ട് വീണ്ടും വാട്ടർ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഡൈല്യൂട്ട് ആവും എന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൂടെ നമുക്ക് ഇതിനകത്ത് എഴുതി പിടിപ്പിക്കണം. അപ്പോൾ നോക്കിക്കോളൂ. ഇതിൻ്റെ താഴോട്ട് എഴുതേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. വി ക്യാൻ സി, ഒരു ഡോട്ട് ഇട്ട് എഴുതുക, അതിൻ്റെ താഴോട്ട് എഴുതുക വി ക്യാൻ സി bubbles of chlorine gas on positively charged anion and bubbles of hydrogen on negatively charged നെഗറ്റീവ്ലി ചാർജ്ഡ് ആനിയോൺ അല്ല കേട്ടോ, നെഗറ്റീവ്ലി ചാർജ്ഡ് ആനോഡ് ആണ്. ഒരു സെക്കൻഡ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡും ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഓൺ നെഗറ്റീവ്ലി ചാർജ്ഡ് കാഥോഡ്. ഇനി രണ്ടാമത്തെ ഡോട്ട് ഇട്ടിട്ട് എഴുതുക ഹിയർ ഇൻ ഇലക്ട്രോലൈറ്റിക് solution some unreacted ion such as Na+
OH minus H plus react with each other, react with each other, each other, that is Na plus will react with OH minus and form NaOH. Sorry, my God. സാറ് രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് വായിക്കോ? Here in electrolytic solution ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്. Here in electrolytic solution some unreacted ion such as Na plus, OH minus and H plus react with each other, that is Na plus will react with OH minus ions and forms NaOH. അതേപോലെ തന്നെ also H plus ion will react with OH minus ion forming water. ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഓവറോൾ റിയാക്ഷനും കൂടെ ഒന്ന് എഴുതിയേക്കാം. എഴുതിക്കോളൂ. ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങ് എഴുതാം. ഓവറോൾ റിയാക്ഷൻ എഴുതിക്കോ. ഓവറോൾ റിയാക്ഷൻ എഴുതിയിട്ട് NaCl H2Oയും കൂടെ അതിനകത്തോട് ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിടുമ്പോൾ ഹാഫ് Cl2 ക്ലോറിനും ഹാഫ് H2 അതായത് ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യും. പ്ലസ് അതിൻ്റെ കൂടെ അൺറിയാക്റ്റഡ് ആയിട്ട് എടുക്കുന്ന Na പ്ലസ് OH മൈനസ് കൂടെ ചേർന്നിട്ട് NaOH ഉണ്ടാവും. ഇത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇതും കൂടി എഴുതിയാൽ ഓക്കെ. ഒരു കാര്യം കൂടി എഴുതാം നമുക്ക്. കൊമേഴ്ഷ്യൽ സെൽ എന്ന് എഴുതുക. കൊമേഴ്ഷ്യൽ സെൽസ് എന്ന് എഴുതുക. എന്നിട്ട് പ്രൈമറി സെൽ എന്ന് എഴുതിയിട്ട് രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഡ്രൈ സെൽ, നമുക്ക് പഠിക്കാനുള്ളത് ഡ്രൈ സെല്ലും അതേപോലെ തന്നെ മെർക്കുറി സെൽ. അതേപോലെ തന്നെ സെക്കൻഡറി സെല്ലിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും അതേപോലെ തന്നെ നമുക്ക് നിക്കൽ കാഡ്മിയം NiCd നിക്കൽ കാഡ്മിയം ബാറ്ററിയുമാണ്. പിന്നെ കൊമേഴ്ഷ്യലിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂവൽ സെല്ലാണ്. ഫ്യൂവൽ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ H2O2 ഫ്യൂവൽ സെല്ലാണ്. H2O2 ഫ്യൂവൽ സെൽ എന്നാണ് പറയുന്നത്.
നമുക്ക് ഇത് ഞാൻ പ്രൈമറി സെൽ നമുക്ക് ഇനി സെല്ലൂടെ പഠിക്കാമല്ലോ. സെല്ല് എന്ന് പറയുമ്പോൾ അതായത് പ്രൈമറി സെല്ല് ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കാനുണ്ട്, മെർക്കുറി സെൽ പഠിക്കാനുണ്ട്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി പഠിക്കാനുണ്ട്, നിക്കൽ കാഡ്മിയം ബാറ്ററി പഠിക്കാനുണ്ട്, H2O2 ഫ്യൂൽ സെൽ പഠിക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് ഇതിനകത്ത്, കൊറോഷൻ്റെ റിയാക്ഷൻ, അതായത് എങ്ങനെയാണ് തുരുമ്പുണ്ടാകുന്നത്, എങ്ങനെയാണ് തുരുമ്പിക്കുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ എന്താണ് നമുക്ക് ഈ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് മെഷേഴ്സും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതും 1 മാർക്കിനൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കിനി നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് ചിലപ്പോൾ ഇത് തീർക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഒരു അരമണിക്കൂർ ക്ലാസ് കൂടെ വേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പം പ്രൈമറി സെല്ല് നോക്കിയാൽ സെല്ല് ഇച്ചിരി പാടാണ്. സെല്ല് പാടാന്ന് പറയാൻ കാരണം മൊത്തം റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ദൈവം തമ്പുരാനും പോലും അറിയത്തില്ല, പിന്നെ നമുക്ക് എങ്ങനെ അറിയാനാണ്? അപ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ഈ ഡിഗ്രി സമയത്ത് ഈ സെല്ലുകളെ പറ്റി പഠിക്കാനുണ്ടായിരുന്നത് കൊണ്ട് സെല്ലിൻ്റെ റിയാക്ഷൻസ് എല്ലാം, ഒരു സെല്ലിൻ്റെ റിയാക്ഷനൊക്കെ 3 പേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ചുരുക്കിയിട്ടാണ് ശരിക്കും നമുക്ക് ഈ ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ ഒക്കെ തരുന്നത്. അപ്പം ലോജിക്കലി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ മൊത്തം പഠിക്കണം, അത് നമുക്ക് പഠിക്കാനില്ല താനും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡ്രൈ സെല്ലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിനകത്തൊരു ആനോഡ് കാണും, ആനോഡ് എന്താണെന്ന് പഠിക്കുക. കാഥോഡ് കാണും, കാഥോഡ് എന്താണെന്ന് പഠിക്കുക. ഇലക്ട്രോളിറ്റിക് സെല്ല് കാണും, അതെന്താണെന്ന് പഠിക്കുക. ഇനിയും ആനോഡിൽ എന്ത് റിയാക്ഷൻ നടന്നു പഠിക്കുക, കാഥോഡിൽ എന്ത് റിയാക്ഷൻ നടന്നു പഠിക്കുക, ഓവറോൾ റിയാക്ഷൻ എന്ത് നടന്നു പഠിക്കുക. ഈ ആനോഡും കാഥോഡും ഓവറോൾ റിയാക്ഷനും മാത്രമേ, ഫൈനൽ റിയാക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിനിടയ്ക്ക് കുറേ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അത് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ലോജിക്കലി മനസ്സിലാക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ട്രിക്ക് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ട്രിക്ക് വഴി നമുക്കത് പഠിക്കാൻ പറ്റും. രണ്ടാമത്തേത്, ഈ മെർക്കുറി സെൽ പഠിച്ചാലും അത് തന്നെ, ആനോഡ് എന്താ, കാഥോഡ് എന്താ, ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എന്താണ്, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും സെയിം സാധനം തന്നെ. നിക്കൽ കാഡ്മിയത്തിനകത്ത് നമുക്ക് നിക്കൽ കാഡ്മിയത്തിന് ശരിക്കും പറഞ്ഞാൽ 3 പേജോളം റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ മാത്രം, എന്താണ് ഫൈനൽ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആനോഡ് എന്താ, കാഥോഡ് എന്താ, ഇലക്ട്രോലൈറ്റ് എന്താണ്, പിന്നെ അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ബട്ട് ഫ്യൂവൽ സെൽ, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഫ്യൂവൽ സെൽ അത് നമുക്ക് നല്ലതായിട്ട് പഠിക്കണം. പിന്നെ കൊറോഷനും. ഇത്രയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവും. ഇത് നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. സമയം എടുത്തതിൻ്റെ പോട്ടെ, നമ്മൾ ഒത്തിരി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നമുക്ക് ക്ലിയർ ആക്കി സമയം എടുത്ത് പോയാൽ മതി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.